കാര്യമായ അസുഖങ്ങൾ ബാധിച്ച ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തുന്ന 90% രോഗികളും മതിയായ ചികിത്സ ലഭിക്കാത്തതിനാൽ മരണപ്പെടുകയാണെന്ന് മുൻമന്ത്രി ജി സുധാകരൻ. ആശുപത്രിയുടെ അവസ്ഥ ഏറ്റവും പരിതാപകരമാണെന്നും ഇതേക്കുറിച്ച് പഠിക്കാനോ അന്വേഷിക്കാനോ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലും തയ്യാറാകുന്നില്ലെന്നും ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു. ഏറ്റവും മോശം മെഡിക്കൽ കോളേജാണ്. ജില്ലാശുപത്രിയെ പറ്റി എനിക്ക് ആ അഭിപ്രായമൊന്നുമില്ല. ചില പ്രശ്നമൊക്കെ സംഭവിക്കുന്നത് തിരുത്തണമെന്ന് മാത്രമേ ഞാൻ കണ്ടു പറയും. വലിയ വലിയ അഭിപ്രായമുണ്ട്. ഭരണപരമായ ചില പ്രശ്നമൊക്കെ തിരുത്തണം. പക്ഷെ മറ്റൊരു രക്ഷയില്ല. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അടച്ചുപൂട്ടാൻ പറയാൻ പറ്റും ഇല്ല. ഇപ്പൊ അരിപ്പാട് സ്വകാര്യ മെഡിക്കൽ കോളേജ് വരികയാണ്. വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കഥ അതോടുകൂടി കഴിഞ്ഞു. പിന്നെ ഇതാരും നോക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ആലപ്പുഴയിലേക്ക് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഒക്കെ നല്ല മധുര പലഹാരമാണ്. പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്തിന്? ഒരു ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, അത് നന്നാക്കുന്നതിന് പകരം ഇവിടെ എന്തിനാ പുതിയ മെഡിക്കൽ കോളേജ്? ഞാൻ എതിർക്കുകയല്ല. ഇതിനെ നശിപ്പിച്ചിട്ട് അധികാരികൾ വേറെ ഒന്നും സ്ഥാപിക്കുന്നതിന്റെ കൈപ്രദേശമല്ല. പക്ഷെ ഇതിനെ നന്നാക്കാതല്ലേ ചെയ്യുന്നത്. ഇവിടെ കിട്ടുന്ന ആനുകൂല്യം പോലും അവിടെ കിട്ടാൻ പറ്റില്ല. കാരണം അത് പ്രൈവറ്റോട് ചേർന്നില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ കാരുണ്യ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹരിപ്പാട് പൊതുസ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള മെഡിക്കൽ കോളേജ് വരുമ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കഥ കഴിയുമെന്നും ജി സുധാകരൻ പറഞ്ഞു. ചടങ്ങിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം PP ചിത്തരഞ്ജൻ അധ്യക്ഷത വഹിച്ചു.